അൻഷിഫ് മുനിക്കൽ മഞ്ഞക്കാടാടാ, ഓനക്ക് പിരാന്താടാ, ഓന് വട്ടാണ്, അല്ലെങ്കിൽ ഓൻ കഞ്ചാവാണ്, ഓൻ MDMA എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ നാളെ നിങ്ങൾ സത്യം മനസ്സിലാക്കും. നിങ്ങളെ വീട്ടിൽ കുട്ടികൾ വളർന്നു വരുന്നില്ലേ, അയറ്റങ്ങളൊക്കെ റൂട്ട് മാറ്റിയിട്ട് മെന്റലി ആകുമ്പോഴേ ഗെയിം അഡിക്റ്റ് ആയി സൂയിസൈഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ട് പിരാന്തായി ഉറക്കം നഷ്ടപ്പെട്ടിട്ട് പല ആക്ഷനുകളും വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, ആരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലാത്തത്, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹനാൻഷാന്റെ ലൈവ് കണ്ടോക്കി, ഇതിനൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഹനാൻഷാന്റെ ലൈവല്ല ബ്ലോഗ്. ആ ഒരു വീട്ടിലെ ഒരു പിതാവിനോട് എങ്ങനെ പെരുമാറണം, കുട്ടികളും മക്കളും എങ്ങനെ ആവണം, ഏട്ടനും അനിയനും എങ്ങനെ നിൽക്കണം, ഏട്ടനും അനിയനും തമ്മിൽ പിരിയുന്ന കാലമാണ്. ആ കാലത്ത് എങ്ങനെ ഒരു ഏട്ടനും അനിയനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതും കുടുംബക്കാരെ അതിർത്തിക്ക് വേണ്ടിയിട്ട് കച്ചറ കൂടുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഹനാൻഷാനെ പോലുള്ള ബ്ലോഗ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്കൂടെ കുട്ടികൾ ചിന്തിച്ച് അത് ഇൻഫ്ലുവൻസ് ആയിട്ട് നല്ല രീതിയിൽ വരണം. അതാണ് ലൈഫ്, അതാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ക്ലോസറ്റിന്റെ വർത്താനം എടുത്തുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ക്ലോസറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് സാധനം എടുത്തുകൊണ്ട് ഇതാണ് എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ് വരുന്ന നായിന്റെ മക്കളൊക്കെ പ്രൊമോട്ട് ചെയ്താൽ അൻഷിഫ് മുനിക്കലിന് എതിരെ നിൽക്കാൻ തന്നെ, മനസ്സിലായോ? അതിന് ആരില്ലാണ്ട് വരും. ഇപ്പൊ എന്റെ പെണ്ണുങ്ങൾ ഇന്ന കുട്ടികൾക്ക് എന്താ പറഞ്ഞേ, നിങ്ങൾ ഇതിന് നിൽക്കണ്ട, നിങ്ങൾ ഇതിന് ഇറങ്ങണ്ട. കാരണം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള അന്തം പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ പറയുന്ന കാര്യം എന്റെ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും, എന്റെ കുട്ടികൾക്കും മനസ്സിലാവും. നിങ്ങൾ പറയുന്ന കാര്യം സമൂഹത്തിന് ചിലപ്പോൾ മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് എതിരാളികൾ വരും. എനിക്കെന്ത് എതിരാളികൾ, ഞാൻ നിങ്ങളെ നന്മക്കാ പറയുന്നത്, മനസ്സിലായോ? നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചോളി. തലച്ചോറിൽ കയറ്റി വെച്ച ഹീറോ എന്താണ് ചെയ്തു കൂട്ടുന്നത്, ഇൻഫ്ലുവൻസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. നാളെ പടച്ചോൻ നിങ്ങളോട് ചോദിക്കും, മനസ്സിലായോ? ഇത് എനിക്കെതിരെ നിന്നിട്ട് ഈ ജാതി ടീമിനെ പ്രൊമോട്ട് ചെയ്തിട്ട് പൈശാചിക ശക്തികളെ പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, മനസ്സിലായോ? ഞാൻ ഒരു ലൈവിൽ അവനോട് ചോദിക്കാണ്, മുടിക്ക് കളറടിച്ച നിസ്കാരം ശരിയാവൂല. ഏത് കമന്റ്സിൽ സൂപ്പർ ചാറ്റ് വന്നതാ ലൈവില്, കുട്ടികളെ കാണുന്നത് നോക്കണം. അപ്പൊ അവൻ പറയണ് കളർ അടിക്കണീന് എന്താ കുഴപ്പം, നമ്മുടെ ശരീരമല്ല നനയേണ്ടത്, മുടി നനയണമെന്നില്ലല്ലോ, പിന്നെന്തിനാ നമ്മൾ ഉതു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഇപ്പൊ വലിയ നിസ്കരിക്കണം അല്ലെങ്കിൽ വലിയ മുത്തക്കായതുകൊണ്ട് പറയില്ല, സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്, അതായത് ഒരു ഡാർക്ക് സൈക്കോളജി ഇൻജക്ട് ചെയ്യുമ്പോൾ നമ്മളത് ചോദിക്കും, മനസ്സിലായോ? കാരണം ഇവിടെ വൈറ്റ് സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. ഐ ആം ദ മാൻ ഓഫ് ദ വൈറ്റ് സൈക്കോളജി. തൊപ്പിച്ചെറുക്കന്റെ പരിപാടി എന്താ, പെൺവാണിഭ ആപ്പുകളൊക്കെ ഈ മങ്കി ആപ്പ് കുങ്കി ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വീഡിയോ കോൾ ചെയ്യുക. ഇപ്പൊ അടുത്തുണ്ടായ സംഭവമാണ്, ലൈവിൽ ഒരു പെണ്ണിന് വീഡിയോ കോൾ ചെയ്തു. ആ പെണ്ണെന്ത് ചെയ്തു, ഡ്രസ്സാണ് പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവന്റെ ഷോർട്ടിൽ ഇതിൽ വന്ന് പറയാണ്, ഞാൻ അപ്പോഴത്തേനും മാറ്റി, പക്ഷെ അപ്പോഴത്തേനും ആ പെണ്ണ പൊന്തിച്ചു, ഏത് ഡ്രസ്സ് പൊന്തിച്ചു. ഇവന്റെ ഗെയിം എന്താണ്, അതായത് ഈ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് എന്നിട്ട് പിന്നെ ഷാജാനെ പറ്റി പറഞ്ഞ ഡയലോഗ്, നമുക്ക് മങ്കി ആപ്പിൽ കയറാം. അപ്പൊ ഷാജാൻ ഉണ്ടാവുന്ന ആരും പറഞ്ഞു, ഷാജാനെ അതിനെ കുറിച്ചൊന്നും അറിയില്ല, അതൊക്കെ പഴയ കാല 19 കിഡ്സ് ആണ്, അതായത് തന്തയാണ്, ഫേസ്ബുക്കാണ്, മലപ്പുറമാണ്, അതിലേക്ക് മങ്കി ആപ്പ് ഒന്നും അറിയില്ല. ഡയലോഗ് ശ്രദ്ധിക്കണം. അതായത് ഇത് കേൾക്കുന്ന ആളെ ഇൻജക്ട് ചെയ്യുന്ന എന്താണ്, കുട്ടികളെ. അപ്പൊ ഈ മങ്കി ആപ്പ് ഒക്കെ ഉണ്ടെങ്കിലേ നമ്മൾ വലിയ സംഭവം ആവുള്ളൂ, നമ്മൾ ഭയങ്കര ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഭയങ്കര സംഭവമുള്ളൂ. അത് കുട്ടികൾക്ക് മൈൻഡ് വന്നാൽ കുട്ടികൾ നേരെ മങ്കി ആപ്പ് കയറും. മങ്കി ആപ്പിന്റെ ഉദ്ദേശം എന്താണ്, പൈസ കൊടുത്തിട്ട് പെണ്ണുങ്ങളെ നിർത്തിയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്, മനസ്സിലായോ? അപ്പൊ അതൊക്കെ പ്രൊമോട്ട് ചെയ്യണേ, അങ്ങനത്തെ ഒരു ഗെയിമൊക്കെ പ്രൊമോട്ട് ചെയ്യണേ ആ കള്ളനായ്ക്കെതിരെ പോരാടാൻ തന്നെയാണ് ഉദ്ദേശം. ഇടയ്ക്ക് ഇന്നെ കേൾക്കാൻ ഒരൊറ്റ ആൾ മതി, കൂടുതൽ കോടിക്കണക്കിന് ജനങ്ങളൊന്നും വേണ്ട. ഇന്റെ മൈൻഡിലും ഇന്റെ മെന്റാലിറ്റിയിലും ചിന്തിക്കണ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അൻഷിഫ് മുനിക്കൽ വർത്താനം പറയും.